اینی که یه عده‌ای تحت عناوین گوناگون نامه‌های گوناگون بیان به قصد تخریب به قصد ناامن کردن کشور. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഈ പ്രക്ഷോഭക്കാർക്കെതിരെ അവിടുത്തെ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് അടിച്ചമർത്താൻ ഗവൺമെന്റ് ശ്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇടപെടും എന്നാണ് പറഞ്ഞത്. ഈ അമേരിക്ക ആരാണ് ഇടപെടാൻ എന്നാണ് ഖമേനി ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും നടത്തുന്നെങ്കിൽ അത് അവർ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ അത് അവർ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ അതിനുള്ള കോംപ്രമൈസോ കാര്യങ്ങളോ ചെയ്യേണ്ടത് അവർ ചെയ്തോളൂ. അതിന് അമേരിക്ക എന്തിനു വരുന്നു, അമേരിക്ക ആര് എന്നുള്ളതാണ് ഖമേനിയുടെ ചോദ്യം. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഇപ്പോൾ വെനസ്വേലയിൽ ഈ പറഞ്ഞ അമേരിക്ക കാണിച്ചത് അവിടുത്തെ പ്രസിഡന്റിനെ വരെ തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ അമേരിക്ക വിധിക്കും, ഇനി ആ രാജ്യം ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ പറയുന്നവർ ഭരിക്കും എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ലോകരാജ്യങ്ങളിലെ പല സ്ഥലങ്ങളും അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭരണമുള്ള സ്ഥലങ്ങൾ അമേരിക്ക ഇത് കാണിക്കും. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ധാതു സമ്പത്ത് മിനറൽസ് ഒക്കെ ഉള്ള രാജ്യങ്ങളും അമേരിക്ക ഇതേ പരിപാടി ചെയ്ത് അമേരിക്കയുടെ അണ്ടറിലോട്ട് കൊണ്ടുവരും. പിന്നെ അമേരിക്കയോളം ഉയർന്നു വരും എന്ന് പേടിയുള്ള ചൈന, റഷ്യ ഏത് രീതിയിൽ ഉയരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ ആധിപത്യമുള്ള രാജ്യങ്ങൾ ഏത് രീതിയിൽ അമേരിക്ക തട്ടിയെടുക്കും, അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ട വെനസ്വേലയിലുള്ള കാര്യം. അപ്പം ഖമേനി ഇതിനുള്ള ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. حرف میزنیم، باید حرف بزنن مسئولین با معترض، اما با اغتشاشگر حرف زدن فایده ای نداره. اغتشاشگر رو باید به جای خودش نشاند. ما در مقابل دشمن کوتاه نمیاییم. ما با اتکاء به خدای متعال، با اتکال به خدای متعال و با اطمینان به همراهی مردم ان شاء الله به توفیق الهی دشمن رو به زانو در خواهیم آورد. اینی که یه عده‌ای تحت عناوین گوناگون نامه‌های گوناگون بیان به قصد تخریب به قصد ناامن کردن کشور پشت سر بازاری‌های مؤمن و سالم و انقلابی قرار بگیرن، از اعتراض اونها سوء استفاده کنن، اغتشاش کنن، اصلا قابل قبول نیست مطلقاً. کار دشمن رو باید شناخت. دشمن آرام نمی‌نشینه، از هر فرصتی استفاده می‌کنه. اینجا دیدن یه فرصتی است، ازش خواستن استفاده کنن. البته مسئولین ما در میدان بودن و خواهند بود. ഈ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഈ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ കടമയല്ല. പക്ഷേ അമേരിക്കയുടെ അവിടുത്തെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഇൻട്രസ്റ്റിൻ്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മൂല കാരണം ഇസ്രായേലാണെന്ന് നമുക്കറിയാം. അമേരിക്കേൻ്റെയും ഇസ്രായേലിൻ്റെയും ഒരു സംയുക്ത താല്പര്യം മാത്രമാണ് ഇപ്പം ഇറാനിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ. ഈ ലോകത്ത് 1979 ഷാ ഭരണത്തിൻ്റെ അടുത്തുനിന്ന് ഒരു എന്താ പറയുക അട്ടിമറിയിലൂടെ ഈ പറഞ്ഞ ഇറാൻ്റെ ഭരണം ഖമേനിക്ക് അല്ലെങ്കിൽ അവർക്ക് ഇപ്പം ഭരിക്കുന്ന ഖമേനി അവർക്ക് കിട്ടുന്നത്. ഒരു അട്ടിമറിയിലൂടെയാണ് ഷാ ഭരണം അവിടെ ഇല്ലാണ്ടായിട്ട് ഖമേനി അവിടേക്ക് വരുന്നത്. ആ സമയത്ത് ജനങ്ങൾ കംപ്ലീറ്റ്ലി അതിനെ സപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം ഏകദേശം 10 വർഷം അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി ഇറാഖ് ഇറാൻ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഈ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്കയുടെ സ്വന്തം ആളായിരുന്നു നമ്മുടെ സദ്ദാം ഹുസൈൻ. അതിനുശേഷമാണ് സദ്ദാം ഹുസൈൻ അമേരിക്കയ്ക്ക് എതിരെ തിരിയുന്നതും അമേരിക്ക സദ്ദാം ഹുസൈൻ ഇറാഖ് എന്ന രാജ്യത്തിനെ വരെ ഇല്ലാണ്ടാക്കുന്നതും. അതായത് 79 ഷാ ഭരണം ഉണ്ടാവുന്ന അത്രയും കാലത്ത് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ജീവിക്കുന്ന ഒരു ഭരണാധികാരിയും ഒരു രാജ്യവും മാത്രമായി മാറിയിരുന്നു ഇറാൻ. ഇറാനിൽ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ സമ്പത്തുള്ളതെല്ലാം അന്ന് എടുത്തുകൊണ്ടിരുന്നത് അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രൊവിൻസും ആയിരുന്നു. അപ്പം ആ ഒരു 79 ഇത് മാറുന്നു. അമേരിക്കക്കും ബ്രിട്ടനും ഈ പറഞ്ഞ ഇറാനിലുള്ള ആ ഒരു കൈക്കടത്ത് ഇല്ലാണ്ടാവുന്നു. അന്നു മുതൽ ലോകരാജ്യങ്ങളിലെ കംപ്ലീറ്റ് വെച്ചിട്ട് ഈ പറഞ്ഞ ഇറാനെ ഉപരോധിക്കുന്ന ഒരു അവസ്ഥ, 10 വർഷത്തോളം അവിടെ യുദ്ധം നടത്തിയ അവസ്ഥ, ഇറാഖിനെ കൊണ്ട് ഇറാനിൽ യുദ്ധം നടത്തിയിട്ടുള്ള അവസ്ഥ, അവസാനം എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇറാൻ മുട്ടുമടക്കാതെ മുന്നോട്ട് പോകുന്നതും ഇറാഖ് മുട്ടുമടക്കുന്നതും സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഇറാൻ അന്നു മുതൽ ഇന്ന് വരെ ഈ പറഞ്ഞ ഇത്രയും രാജ്യങ്ങളുടെ ഉപരോധം, ഒരുപാട് ഉപരോധങ്ങൾ, അവരുടെ A to Z കാര്യങ്ങളുടെ ഉപരോധം, അവർക്ക് മറ്റ് പല സ്ഥലങ്ങളിലും പല അസംസ്കൃത സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥയിൽ സ്വന്തമായിട്ട് ഉൽപ്പാദനത്തിലോട്ട് മുന്നിട്ട് വന്ന രാജ്യമാണ് ഇറാൻ. സ്വന്തമായിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ, ആയുധങ്ങളും മറ്റും മറച്ചതും മിസൈൽസും ഒക്കെ സ്വന്തമായിട്ട് അവരുടെ ഓൺ പ്രൊഡക്റ്റായിട്ട് വരുന്നൊരവസ്ഥ. മറ്റു ലോകരാജ്യങ്ങൾക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും അവിടുത്തെ ആണവോർജത്തിൻ്റെ സമ്പുഷ്ടീകരണം എത്രത്തോളം ആണെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇറാൻ ഒരു ഷേഡോ ശക്തിയായിട്ട് വരുന്നൊരവസ്ഥ ഉണ്ട്. ഇപ്പം അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ യുദ്ധം
ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും നമ്മൾ കണ്ടു. ഇസ്രായേലിൻ്റെ കംപ്ലീറ്റ് അയൺ ഡോം സിസ്റ്റത്തിനെ താഡന വരെ ഇല്ലാണ്ടാക്കി, അമേരിക്കയുടെ താഡന വരെ ഇല്ലാണ്ടാക്കി അവിടെ മിസൈൽ പതിപ്പിച്ച ഇറാൻ്റെ ശക്തി എത്രത്തോളാണെന്ന് കഴിഞ്ഞ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറാനെ വീഴ്ത്തണമെങ്കിൽ അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കിയേ പറ്റൂ. അവിടുത്തെ ഖമേനിയുടെ ആ ഒരു ഭരണം അവർക്ക് കയ്യിലെടുത്ത് അമേരിക്കയ്ക്ക് എടുക്കണം, അല്ലെ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലിന് എടുക്കണം. ഈ രണ്ട് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലേ അവർക്ക് അവരുടെ കൺട്രോളോട്ട് ഈ രാജ്യത്തിനെ കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെ ആഭ്യന്തര കലാപത്തിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദുവാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെ അതിനെ അടിച്ചമർത്താൻ ഖമേനി ഏത് രീതിയിലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇപ്പം അമേരിക്കയുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഐഡിയോളജി വെച്ചിട്ട് അവർക്കെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് തുള്ളാത്ത ഏത് രാജ്യങ്ങളാണെങ്കിലും അവിടെ നേരിട്ട് പോയിട്ട് ബോംബിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ആ രാജ്യത്തിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് അമേരിക്ക ചെയ്യാറ്. അതിന് സപ്പോർട്ടായിട്ട് ഇസ്രായേലും കൂടെ ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇറാൻ ഇതിനെ തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് ഇറാൻ ഇതിന് മറുപടി കൊടുക്കുക എന്നുള്ളതായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി യഥാർത്ഥത്തിൽ ഇറാനിൽ ഇപ്പം നടക്കുന്ന കാര്യം എന്താണെന്ന് നോക്കട്ടോ. അതായത് ഇറാനിലെ പ്രതിഷേധങ്ങളുടെ തുടക്കം അവിടുത്തെ വിലകയറ്റം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, പിന്നെ കറൻസിയുടെ മൂല്യ തകർച്ച. ഈ പ്രശ്നങ്ങളെല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നല്ല രീതിയിലുണ്ട്. കാരണം അമേരിക്ക മാത്രമല്ല, ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ എന്താ പറയുക ഒരു പ്രതിരോധമുള്ള രാജ്യമാണ് ഇറാൻ. ഒരുപാട് അവർക്കെതിരെയുള്ള ഉപരോധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. അത് സാമ്പത്തിക ഉപരോധമുണ്ട്, പിന്നെ എന്താ പറയുക കയറ്റുമതി ഇറക്കുമതിയിലുള്ള വലിയ വലിയ ഉപരോധങ്ങളുണ്ട്, മറ്റു പല രീതിയിലുള്ള ഉപരോധങ്ങളും ഇറാൻ്റെ മേലുണ്ട്. അപ്പം ഈ മൂലകാരണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അന്താരാഷ്ട്ര ഈ ഉപരോധങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായിട്ട് തന്നെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. ഈ ഒരു കാരണം ഉള്ളത് കൊണ്ടൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ഇടപെടൽ ഇതേ സമയത്ത് തന്നെ ഇതിൻ്റെ ഇടയിൽ ഇസ്രായേലിൻ്റെ ഇടപെടൽ ഈ പ്രതിഷേധങ്ങളെ അക്രമാസക്തമാക്കുന്നതിന് ഇറാനിലെ ഭരണമാറ്റം റെജിമെൻറ്റ് ചേഞ്ച് കൊണ്ടുവരണം എന്നതിന് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഗൂഢാലോചന പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഏതൊക്കെ രീതിയിലാണ് അവർ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് എന്നുള്ളത്. അതായത് ഇതിൻ്റെ പ്രതിഷേധക്കാരുണ്ട് അവിടുത്തെ ജനങ്ങൾ. അതായത് ആദ്യം അവിടുത്തെ കച്ചവടക്കാരാണ് പുറത്തോട്ട് വരുന്നത് കുറച്ച്, പിന്നെ അതിൻ്റെ കൂടെ ചില യൂണിവേഴ്സിറ്റി ഉള്ള വിദ്യാർത്ഥികൾ ഇതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതിഷേധക്കാരുടെ കൂട്ടത്തിലോട്ട്. അങ്ങനെ അവർക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ടും അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, മൊസാദിൻ്റെ പങ്ക്, അതായത് മുൻ മൊസാദ് തലവൻ മൈക്ക് പോംപിയുടെ ട്വീറ്റ് ഉണ്ട്. അതായത് ജെറുസലേം പോസ്റ്റിൽ അതിനെ പറ്റി പറയുന്നുണ്ട്. അതായത് റിപ്പോർട്ടുകൾ ഇങ്ങനെ പറയുന്നത്, ഇസ്രായേലിൻ്റെ രഹസ്യ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള മൊസാദ് പേർഷ്യൻ ഭാഷയിലാണ് സന്ദേശങ്ങൾ അയച്ചത്. പ്രതിഷേധക്കാരെ നേരിട്ട് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഇത്തരത്തിൽ, അതായത് അവരുടെ ഇറാൻ്റെ ഭാഷയായിട്ടുള്ള പേർഷ്യൻ ഭാഷ സംസാരിക്കുമ്പം അവിടുത്തെ ആളുകളെ കൂടുതൽ ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ കൂടുതൽ എരികയറ്റാൻ വേണ്ടിയിട്ട് മൊസാദ് തന്നെ ഡയറക്റ്റ്ലി അവർക്കുള്ള സന്ദേശങ്ങൾ അയക്കുന്നത് പേർഷ്യൻ ഭാഷയിലാണ്. അപ്പോൾ മൊസാദ് എത്രത്തോളം അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, അപ്പോൾ എത്രത്തോളമാണ് ഇസ്രായേലും അമേരിക്ക അതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ പറയുന്ന കാര്യമാണ്. 1979 അതിന് മുമ്പ് വരെ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടം ഉണ്ട് അല്ലേ. ചില ആളുകൾ ചില ട്വിറ്ററുകളും ചില വാർത്തകളും കണ്ടു ഷാ ഭരണകൂടം അവിടെ തിരിച്ചു വരണം എന്നും പറഞ്ഞിട്ട് ചില ആളുകൾ പറയുന്നത് കണ്ടു. കാരണം 79 ഷാ ഭരണം കൊണ്ട് ആ രാജ്യം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ടാണ് അവിടുത്തെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിട്ടാണ് ആ സമയത്ത് ഖമേനിയുടെ ഒരു സപ്പോർട്ടോടുകൂടി അവർ അവിടെ ഭരണം പിടിക്കുന്നത്. അപ്പം ഒരിക്കലും അത്തരത്തിൽ ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ ഇപ്പം ഷാ ഭരണകൂടം അല്ലെങ്കിൽ ഷാ കുടുംബാംഗങ്ങൾ ഇപ്പം അമേരിക്കയിലാണ് അവർ സ്ഥിര താമസം. അപ്പം അമേരിക്കയിൽ താമസിക്കുന്ന ഷാ വംശജരായിട്ടുള്ള രഹ പവലിനെ ഇറാനിലെ അധികാരത്തിൽ എത്തിക്കാനുള്ള ശ്രമം ഇതിൻ്റെ പിന്നിലൂടെ അമേരിക്ക ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൻ്റെ സപ്പോർട്ടോടുകൂടി. അത് അവിടെ ജനങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ജനങ്ങൾ അറിയാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പേർഷ്യൻ ഭാഷയിൽ ഇവർ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഷായുടെ ഭരണകാലത്ത് ഇറാൻ്റെ വിഭവങ്ങളിൽ വിദേശ രാജ്യങ്ങൾ കൊള്ളയടിച്ചു. അതായത് അമേരിക്കയും ബ്രിട്ടനാണ് ഏറ്റവും തോന്നുന്നത് കൊള്ളയടിച്ചിട്ടുള്ളത്. അപ്പം അന്ന് അത്രയും വലിയൊരു കൊള്ളയടി ഉള്ളത് കൊണ്ട് അവിടെ ഒരു വിപ്ലവം ഉണ്ടായിട്ടാണ് ഈ ഷാ ഭരണം അവിടെ നിന്ന് മാറിയിട്ട് ഖമേനി അവിടെ വരുന്നത് തന്നെ. അപ്പോൾ ഒരിക്കലും അവിടുത്തെ ജനങ്ങൾ അത് സംസാരിക്കുന്നില്ല, പക്ഷേ അമേരിക്ക സംസാരിക്കും. അതുപോലെ തന്നെ അമേരിക്ക കൊള്ളയടിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ ഇസ്രായേലും അത് സംസാരിക്കുന്നുണ്ട് അവിടെ. ഇപ്പോൾ ഇനി ഇതിനൊക്കെ ഇറാൻ്റെ ജനങ്ങളുടെ ഒരു നിലപാടുണ്ട്. അതായത് സാമ്പത്തിക കാര്യങ്ങൾ ജനങ്ങൾക്ക് സർക്കാരിനോട് ഒരു അതൃപ്തിയൊക്കെ ഉണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ബാധിക്കുമ്പം അവർ സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. കാരണം ഈ ഒരു ഇഷ്യൂ ഇന്നല്ല, ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ആഭ്യന്തര ഇഷ്യൂസ് അവിടെ ഉണ്ട്, പണ്ട് മുതലേ ഉണ്ട്. അതായത് ഈ ഉപരോധമുള്ള കാലം മുതൽ തന്നെ ഇറാനിൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഈ ഇഷ്യൂ അന്ന് മുതലുണ്ട്. അന്ന് യുദ്ധം എന്ന സമയത്ത് ഇത്തരം പ്രക്ഷോഭങ്ങളിലോട്ട് വരാണ്ട് എത്രത്തോളമായിരുന്നു ഇറാൻ ജനത
അന്നത്തെ അവിടുത്തെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തത് ഈ യുദ്ധം എന്ന, അതായത് ഈ ഇസ്രായേലുമായിട്ട് യുദ്ധം എന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആഭ്യന്തര കലാപത്തിലോട്ട് പോവാണ്ട് ഏറ്റവും കൂടുതൽ അവർ ഇറാൻ ഗവൺമെന്റിനെ കമേലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ആ യുദ്ധം ഏത് രീതിയിലാണ് അവസാനിച്ചത് നമുക്കറിയാം അല്ലേ. ഇറാനിൽ എന്തൊക്കെ ഇവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ യുദ്ധത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു തോൽവി ഇറാൻ ഉണ്ടായിട്ടുണ്ട്. നഷ്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ഒരു വൻ തോൽവി ഇറാൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഉണ്ടായിട്ടുണ്ട്. അപ്പം നേരിട്ടുള്ളൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ ഇറാന് പറ്റും എന്നത് വ്യക്തമായിട്ട് അറിയാം. കുറേ ദിവസങ്ങളായിട്ട് നമുക്കറിയാം ഇറാനും ഈ പറഞ്ഞ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുകയാണ് ഇസ്രായേലും അമേരിക്ക. അപ്പം അവിടെ ഏറ്റവും ബെസ്റ്റ് ആദ്യം അവിടെ ഒരു ആഭ്യന്തര കലഹമുണ്ടാക്കുക, അവിടുത്തെ ജനങ്ങളെ ഗവൺമെന്റിന് എതിരാക്കാൻ ട്രൈ ചെയ്യുക, ആ സമയത്ത് ആക്രമിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും ഒരു തത്വം. അതുകൊണ്ടൊക്കെ തന്നെയാണ് മൊസാദിന്റെ ഏജൻസി ത്രൂവും, അതല്ലാണ്ട് ട്രംപ് ഡയറക്റ്റ്ലി അവിടുത്തെ പ്രക്ഷോഭക്കാർക്ക് സപ്പോർട്ട് കൊടുത്ത് അവിടുത്തെ ആളുകളുടെ മാക്സിമം എരികേറ്റി രാജ്യത്തിനെതിരാക്കി വെക്കുക, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണത്തിനെതിരാക്കി വെക്കുക, ആ സമയത്ത് ആക്രമിക്കുക. അതൊക്കെ തന്നെയാണ് ഇറാഖിൽ നടന്നതും വെനിസ്വലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും മറ്റ് പല സ്ഥലങ്ങളിൽ അമേരിക്ക ചെയ്തിട്ടുള്ള തന്ത്രം തന്നെയാണ് ഇപ്പം ഇറാനിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം അവിടുത്തെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി അതിനെതിരെ അല്ലെങ്കിൽ അതിനെതിരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടുത്തെ ഭരണത്തിനെ സപ്പോർട്ട് ചെയ്ത് വരാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിനെ ഏത് രീതിയിൽ അവർ പ്രതിരോധിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. പക്ഷെ അവിടുത്തെ ഗവൺമെന്റും ഭരണാധികാരികളും ഖമേനി അതിനെതിരെ പ്രതികരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഇതിനെതിരെ സംസാരിക്കും, മാക്സിമം ഈ യുദ്ധത്തിനെ പ്രതിരോധിക്കും എന്നുള്ള സന്ദേശമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പുറത്തോട്ട് വരുന്നത്. ഇനി ഇവിടെ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ഏതായാലും കണ്ടു തന്നെ കാണാം.